സ്ഥാനാർത്ഥി നിർണയത്തിൽ പുകഞ്ഞ് എറണാകുളം CPM-ലെ ഒരു വിഭാഗം. ജില്ലയിൽ നിന്നുള്ള മന്ത്രിയുടെ ഇടപെടലിലൂടെ പരിഗണനാ പട്ടികയിൽ ഉണ്ടായിരുന്ന പല നേതാക്കളെയും വെട്ടിയെന്നാണ് വിമർശനം. ആരോപണത്തിന് പിന്നാലെ സ്ഥാനാർത്ഥി നിർണയം തിരിച്ചടിയാകുമോ എന്ന ആശങ്കയും CPM-നുണ്ട്. സ്ഥാനാർത്ഥി നിർണയത്തിൽ പരിഗണനാ പട്ടികയിലുണ്ടായിരുന്ന ചിലരെ ഒഴിവാക്കാൻ ജില്ലയിൽ നിന്നുള്ള മന്ത്രി ഇടപെട്ടുവെന്നതാണ് ഒരു വിഭാഗത്തിന്റെ വ്യാപക വിമർശനത്തിനിടയാക്കിയിട്ടുള്ളത്. മുൻ മേയർ M. അനിൽകുമാർ, തൃക്കാക്കര ഏരിയ സെക്രട്ടറി AG ഉദയകുമാർ, ജില്ലാ കമ്മിറ്റി അംഗം KS അരുൺകുമാർ, വൈപ്പിൻ ഏരിയ സെക്രട്ടറി പ്രിജിൽ എന്നിവരുടെ പേരുകൾ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിൽ സജീവമായിരുന്നു. എന്നാൽ സ്ഥാനാർത്ഥി പട്ടിക വന്നപ്പോൾ ഇവർക്കാർക്കും സീറ്റ് ലഭിച്ചില്ല. ഇതിനെതിരെ CPM-ലെ ഒരു വിഭാഗം നേതാക്കൾക്കിടയിൽ അമർഷം പുകയുകയാണ്. മുൻ മേയർ M. അനിൽകുമാറിനെ തൃപ്പൂണിത്തുറയിലടക്കം 2 ഇടങ്ങളിൽ പരിഗണിച്ചിരുന്നു. എന്നാൽ അവസാന ഘട്ടത്തിൽ തഴഞ്ഞു. തൃക്കാക്കരയിൽ അവസാന ഘട്ടത്തിൽ പോലും ഏരിയ സെക്രട്ടറി AG ഉദയകുമാറിന്റെ പേര് പരിഗണിക്കപ്പെട്ടിരുന്നു. ഉദയകുമാറിനെ തൃക്കാക്കരയിൽ സ്ഥാനാർത്ഥിയാക്കണമെന്നായിരുന്നു പ്രാദേശിക നേതൃത്വത്തിന്റെ അടക്കം ഭൂരിപക്ഷാഭിപ്രായം. എന്നാൽ ഉദയകുമാറിനെ വെട്ടി ഒരു സാമൂഹ്യ പ്രവർത്തകയെ സ്ഥാനാർത്ഥിയാക്കാൻ മന്ത്രിയുടെ നേതൃത്വത്തിലുള്ള സംഘം ശ്രമം നടത്തി. ഇക്കാര്യത്തിൽ വ്യാപക എതിർപ്പുയർന്നതോടെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം അഡ്വക്കേറ്റ് പുഷ്പദാസിനെ തൃക്കാക്കരയിൽ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചു. ഉദയകുമാറിനെ ബോധപൂർവം ഒഴിവാക്കാനായിരുന്നു നീക്കമെന്നാണ് ആരോപണം. പരസ്യ പ്രതികരണത്തിന് മുതിർന്നിട്ടില്ലെങ്കിലും സ്ഥാനാർത്ഥിത്വം ലഭിക്കാത്തവർ അസ്വസ്ഥരാണ്. ജില്ലയിൽ നിന്നുള്ള സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ ഉൾപ്പെടെ ഇക്കാര്യത്തിൽ നീരസം പ്രകടിപ്പിച്ചിട്ടുണ്ട്. എറണാകുളം ജില്ലയിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ പ്രത്യേക ഇടപെടലും ഏകപക്ഷീയ തീരുമാനങ്ങളും ഉണ്ടായതായി ജില്ലയിലെ നേതാക്കൾ പല വേദികളിലും സൂചിപ്പിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ചില മണ്ഡലങ്ങളിൽ ഇത് തിരിച്ചടിയാകുമോ എന്ന ആശങ്കയും CPM-നുണ്ട്. ജനം, കൊച്ചി.